ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ബാലിയിലെ നമ്മുടെ ഡേ 1 ആണ് കേട്ടോ. ഇന്നലെ ഞങ്ങൾ വന്നു, റെസ്റ്റ് എടുത്തു, രാത്രി പോയി ഫുഡൊക്കെ കഴിച്ചു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ രാവിലെ സമയം 8:30 ഞങ്ങളിത് റെഡിയായി നിൽപ്പുണ്ട്. ഇന്നത്തെ പ്ലാൻ എന്താണെന്നുള്ളത് വഴിയേ പറയാം. ഞങ്ങളിപ്പോൾ താഴേക്ക് ഇറങ്ങുവാണ്. കാരണം ഞങ്ങളൊരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാക്സി ഡ്രൈവർ താഴെ വന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം താഴേക്ക് ഇറങ്ങട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈ താഴെ വന്നപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഉള്ളത്. അവിടെ ഇപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യുവാണ്. രാവിലെ 10 വരെ എന്തോ ഉണ്ട്. ഞങ്ങൾ ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റും കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ഇവിടെ എവിടെയോ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നോക്കട്ടെ. അതെ, അവിടെ നിന്നിട്ട് കൈ കാണിച്ചോട്ട് ആ ദൂരെ കാണുന്നയാ. അപ്പോൾ കാർ എടുത്തിട്ട് വരും. Hi. Hello, good morning. Good morning. With us? Yes. Nice to meet you. Nice to meet you. അപ്പോൾ അടുത്ത് ഇനി ഇന്നത്തെ പ്ലാനിനെ കുറിച്ച് പറയാം. ഇന്ന് ഞങ്ങളുടെ പ്ലാൻ ഇവിടെ അടുത്തുള്ള കുറച്ച് സൈറ്റ് സീയിങ് പ്ലേസസ് കവർ ചെയ്യാനായിട്ടാണ് കേട്ടോ. ഞങ്ങൾക്കൊരു അറൌണ്ട് 5 days ഉണ്ട് ബാലിയിൽ. അപ്പോൾ റിലാക്സ്ഡ് ആയിട്ടാണ് കവർ ചെയ്യുന്നത്. ഈ മറ്റേ ന്യൂസ പെനിയുടെയൊക്കെ അപ്കമിങ് ഡേയ്സിലാണ് പ്ലാൻ ചെയ്യുന്നത്. ഇന്ന് ഒരുപാട് ഹൈപ്ഡ് അല്ലാത്ത ഇവിടെ അടുത്തുള്ള കുറച്ച് സൈറ്റ് സീയിങ് പ്ലേസസ് ആണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഉല്ലുവാട്ടു ക്ലിഫ്, പിന്നെ ഗരുഡ വിഷ്ണു, പിന്നെ ഡ്രീം ലാൻഡ് ബീച്ച്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ. അതായത് രാത്രി 7 മണി വരെ ഈ ഒരു ടാക്സി ഞങ്ങളുടെ കൂടെ കാണും. അപ്പോൾ ആ ഒരു ടൈമിൽ എവിടെയൊക്കെ പോകണം അവിടെയെല്ലാം നമ്മളെ കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു റെക്കമെൻഡഡ് ഓപ്ഷനാണ് നിങ്ങൾക്കും. അതായത് കാരണം ബാലി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ട്രാഫിക് ഉള്ള ഒരു സ്ഥലമാണ്. മാത്രമല്ല ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നല്ല ദൂരമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ടാക്സി എടുത്ത് പോകുന്ന ഒരു പക്ഷേ എക്സ്പെൻസീവ് ആയിരിക്കും. സോ ഇങ്ങനെ ഒരു ദിവസത്തേക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രൈവറ്റ് ടാക്സി ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സ്ഥലത്തൊക്കെ കവർ ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ ടാക്സി, നോർമൽ ഗ്രാബ് ടാക്സി മതി. അത് തന്നെയാണ് റെക്കമെൻഡഡ്. പക്ഷേ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ടാക്സി റെക്കമെൻഡ് ചെയ്യുന്ന കാരണം അപ്പം നമുക്ക് റേറ്റ് ഫിക്സ്ഡ് ആണ്. മാത്രമല്ല നമുക്ക് ആ ഒരു കൺവീനിയൻസ് കാണാം. എപ്പോൾ പോകണം, എവിടെ നിന്ന് പോകണം, മീൻസ് ടാക്സി കിട്ടുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനൊന്നും ഇല്ല. ടൈമിൻ്റെ പ്രശ്നമൊന്നും ഇല്ല. ആ ഒരു കൺവീനിയൻറ്റും ആയിരിക്കും, കുറച്ചും കൂടെ എന്താ പറയുക, കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ. ആൻഡ് ഈ ഒരു ടാക്സി ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്കായ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യൻ റുപ്പയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 6 lakh ഇന്തോനേഷ്യൻ റുപ്പയാണ് കേട്ടോ. അതായത് ഇന്ത്യൻ റുപ്പിയിൽ അറൌണ്ട് ഒരു 3200 ഇന്ത്യൻ റുപ്പീസ് ആണ്. രാവിലെ 8:30 തൊട്ട് വൈകുന്നേരം 7 മണി വരെയാണ് ഈ ഒരു ടാക്സി ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത്. ആൻഡ് അത് ഫിക്സഡ് റേറ്റ് ആണ് കേട്ടോ. പിന്നെ ഇന്തോനേഷ്യൻ റുപ്പയുടെ എക്സ്ചേഞ്ച് റേറ്റ് വരുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞാൽ 185 ഇന്തോനേഷ്യൻ റുപ്പയ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് നമ്മൾ വാങ്ങിച്ചാലും ഫുൾ ലക്ഷങ്ങളുടെ കളിയാണ്. You pay cash ya? Yeah. Okay. Pay at cashier or online? Cash. Click pay at cashier ya. Yes. Total booking. അപ്പോൾ ഞങ്ങൾ ഈ വന്നേക്കുന്നത് ഗരുഡ വിഷ്ണു സ്റ്റാച്യൂവിൻ്റെ ആ ഒരു സൈറ്റ്, കൾച്ചറൽ സൈറ്റിലാണ് കേട്ടോ. ഇതുള്ളത് കൻഗന എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലാണ്. ഇവിടെ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 1,50,000 ഇന്തോനേഷ്യൻ റുപ്പയാണ്. അതായത് അറൌണ്ട് ഒരു 800 ഇന്ത്യൻ രൂപയാണ് കേട്ടോ ഒരാൾക്ക്. അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുത്തായിരുന്നു. ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് ആ സ്റ്റാച്യൂവിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് ഷട്ടിൽ സർവീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഈ കാണുന്നതാണ്, അതിൽ കയറുക. ഇത് ഫ്രീ ആണ് കേട്ടോ, ഇത് ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇനി മുകളിലേക്ക് ചെല്ലട്ടെ. പിന്നൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് ഈ ഒരു ഗരുഡ വിഷ്ണു സ്റ്റാച്യൂവിനകത്ത് സ്റ്റാച്യു ടൂറും ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതിന് അഡീഷണൽ കോസ്റ്റ് ഉണ്ട്. അങ്ങനെ സ്റ്റാച്യു ടൂർ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ടോട്ടൽ കോസ്റ്റ് വരുന്നത് 2,50,000 ഇന്തോനേഷ്യൻ റുപ്പയാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ സ്റ്റാച്യു ടൂർ എടുത്തിട്ടില്ല, ജസ്റ്റ് അല്ലാതെ ഇൻ ആൻഡ് അറൌണ്ട് ടൂർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ഒരു ഇൻഫർമേഷൻ പർപ്പസിന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇവിടെ ഡ്രോൺസ് ഒന്നും അലൗഡ് അല്ല കേട്ടോ. അവിടെ എൻട്രൻസിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഡ്രോൺസ് അലൗഡ് അല്ല. പിന്നെ ഔട്ട്സൈഡ് ഫുഡ് അകത്തേക്ക് കൊണ്ടുപോകുന്നത് അലൗഡ് അല്ല. സിഗരറ്റ് സ്മോക്കിംഗ് അലൗഡ് അല്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ അകത്തേക്ക് വരുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് കുറച്ചധികം നടക്കാനുണ്ട് മുകളിലേക്ക്.
അതായത് ആ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് നമ്മളിങ്ങനെ നടന്നു പോകണം. അപ്പോൾ ഇവിടെ കുറേ ഷോപ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ താഴെ നിന്ന് ചെയ്ത ആ ഒരു ടിക്കറ്റിൻ്റെ ബുക്കിംഗ് നമ്മൾ ഇവിടെ കൗണ്ടറിൽ കൊടുക്കണം കേട്ടോ, എന്നിട്ട് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് ബിലോ 100 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഫ്രീ എൻട്രി. അപ്പോൾ പിള്ളേർ ബിലോ 100 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എൻട്രൻസ് ഫീ ഇല്ല, അല്ലെന്നുണ്ടെങ്കിൽ സെയിം റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ മുന്നോട്ട് പോകുന്നുള്ളൂ കേട്ടോ. കാരണം ഞങ്ങൾ 2 ടിക്കറ്റല്ലേ എടുത്തിട്ടുള്ളൂ. ടാക്സി ഡ്രൈവർ പറഞ്ഞു ഇവിടെ വെയിറ്റ് ചെയ്യാം, ആൻഡ് ഇത് ഫുൾ കണ്ട് കറങ്ങിയിട്ട് വരാനായിട്ട് ഒരു 2 hours എടുക്കുന്നതാണ് കേട്ടോ പുള്ളി പറഞ്ഞത്. അപ്പോൾ ഇനി ഞങ്ങൾ മുന്നേക്ക് നടക്കുവാണ്. ഇവിടുന്ന് കുറേ നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതേ സൈഡിൽ കുറേ ഷോപ്സ് ഒക്കെ ഉണ്ട്, ഇങ്ങനെ ഡ്രസ്സസും ബാഗ്സും പിന്നെ സൊവിനിയേഴ്സും മറ്റേ ഫ്രിഡ്ജ് മാഗ്നറ്റ്സും വേറെന്താ ക്യാപ്സ് ഒക്കെ സെല് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ആ ഒരു 10-10:30 സമയമാണ്, പക്ഷേ എങ്കിലും നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ ക്യാപ്സ് ഒക്കെ വാങ്ങണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാം. അടുത്തത് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട്. ഇതിനകത്തൂടെയാന്ന് തോന്നുന്നു നമ്മൾ ഇത് അകത്ത് എൻ്റർ ആവേണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഇതെന്തോ സൊവിനിയേഴ്സ് ഒക്കെ സെല് ചെയ്യുന്ന ഷോപ്പാണ് കേട്ടോ. മറ്റേ മാഗ്നറ്റ്സും ഷോപ്പ് പീസസും പോസ്റ്റ് കാർഡ്സും ഡ്രസ്സസും ഡ്രീം ക്യാച്ചർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ സൊവിനിയേഴ്സ് ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഞങ്ങളിപ്പോൾ ഒന്നും വാങ്ങിക്കുന്നില്ല കേട്ടോ, കാരണം ഫസ്റ്റ് ഡേ അല്ലേ, പോകാറാകുമ്പോഴേക്കും എന്തെങ്കിലും നോക്കാം. പിന്നെ ഇത് എന്തോ ഫ്ലാസ്ക് ഒക്കെ ഇരിക്കുന്നുണ്ട് വെറൈറ്റി ആയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് വാങ്ങിക്കാം. ഇതിൻ്റെ പ്രൈസ് കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ. 1,85,000 ഇന്തോനേഷ്യൻ റുപ്പയ്യ. ഇവിടെ ഇപ്പൊ കേറിട്ട് കാര്യം തിരിച്ചു വേണ്ട. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ് ഗേറ്റ്. ഇവിടെ നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്യണം, അപ്പോഴാണത് അവർ ഓപ്പൺ ചെയ്ത് തരുന്നത്. അകത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ബോർഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഹിസ്റ്ററി മനസ്സിലാവും. ബേസിക്കലി ഈ GWK പാർക്കിൽ ഉള്ള മെയിൻ സ്റ്റാച്ചു എന്ന് പറഞ്ഞാൽ ലോർഡ് വിഷ്ണു ഭഗവാൻ ഗരുഡനെ റൈഡ് ചെയ്യുന്ന പോലത്തെ ഒരു സ്റ്റാച്ചു ആണ്. അതാണ് ഇവിടുത്തെ മെയിൻ സ്റ്റാച്ചു കേട്ടോ. പിന്നെ ഈ കാണിച്ചേക്കുന്ന ഈ ഒരു പാമ്പ് ഇങ്ങനെ ചുറ്റി കിടക്കുന്ന ഇതിനെ പറയുന്ന അനന്തശേഷ എന്നാണ്. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭഗവാൻ കിടക്കുന്ന ആ ഒരു ബെഡില്ലേ, അതായത് പാമ്പിന്റെ പുറത്താണല്ലോ കിടക്കുന്നത്, അപ്പോൾ അതിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. സോ ബേസിക്കലി എന്താ പറയുക, ഹിന്ദു റിലീജിയസ് കാര്യങ്ങളാണ്. ഇവിടുത്തെ റിലീജിയൻ നമ്മുടെ ഹിന്ദുയിസം അല്ല, ഇറ്റ്സ് കോൾഡ് ബാലിനീസ് ഹിന്ദുയിസം. പക്ഷേങ്കിൽ അതിന് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. അതായത് നമ്മുടെ രാമായണവും മഹാഭാരതവും ഒക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ മുകളിലേക്ക് വരുമ്പോൾ ഇതാണ് കേട്ടോ സ്ഥലം. വിഷിംഗ് ഏരിയ ആൻഡ് സീക്രട്ട് വാട്ടർ എന്ന് പറഞ്ഞിട്ട് നല്ല സീനിക് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഫോട്ടോ എങ്ങനെ എടുക്കണം എന്നുള്ള വരെ അവിടെ ബോർഡിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ, പോസസും ആംഗിൾസും ഒക്കെ. പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ഇവിടെ നിൽപ്പുണ്ട്, അത് പെയ്ഡ് ആണ്. അവരോട് പറഞ്ഞാൽ അവരും എടുത്തു തരും. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഒരു സ്പോട്ടായിട്ടുള്ളത്. ഇവിടുന്ന് പിന്നെയും നമുക്ക് മുകളിലേക്ക് കയറാൻ അവിടെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി മുകളിലേക്ക് പോട്ടെ. ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുന്നില്ലേ, നല്ലൊരു സൂത്തിങ് ആയിട്ടുള്ള മ്യൂസിക്കാണ്. അപ്പോൾ ഇനി മുകളിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു വലിയൊരു സ്റ്റാച്ചു കാണുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ മെയിൻ സ്റ്റാച്ചു അതല്ല കേട്ടോ, അത് ഇതിനേക്കാൾ വലുതാണ്. അതിനകത്താണ് മറ്റേ സ്റ്റാച്യു ടൂറൊക്കെ ഉള്ളത്. നോക്കട്ടെ. ഈ സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിലും ബോർഡ് ഉണ്ട് കേട്ടോ, എന്താണെന്നുള്ളതും അതിൻ്റെ ഐതിഹ്യമൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. സോ വായിക്കണമെങ്കിൽ വായിക്കാം. പിന്നെ ഇത് നല്ല വലുതാട്ടോ. ഞാൻ അതിൻ്റെ വലിപ്പം അതിൻ്റെ അടുത്ത് നിന്നിട്ട് കാണിച്ചു തരാം. അടുത്തതിന് മുന്നിലേക്ക് വരുമ്പോൾ അടുത്തൊരു സ്റ്റാച്ചു ആണ്. ഇത് ഗരുഡ സ്റ്റാച്ചു ആണ്. ഗരുഡ പ്ലാസ എന്നോ അങ്ങനെ എന്തോ പേര് പറഞ്ഞേ. അതും വലിയ സ്റ്റാച്ചു ആണ്. പക്ഷെ മെയിൻ സ്റ്റാച്ചു ഇതല്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഫോട്ടോ പോയിന്റ്സ് ആണ്. എല്ലാവരും വരുന്നു, ഓരോ സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. പിന്നെ നല്ല ലാൻഡ്സ്കേപ്പ് ഒക്കെയാണ്.
അപ്പോൾ ഇനി ഞാൻ മെയിൻ സ്റ്റാച്ചുവിടെ അങ്ങോട്ട് പോയിട്ട് കാണിക്കാം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ ഭയങ്കര ലോങ് ആവും, കാരണം ഇനി ഒരുപാട് അങ്ങോട്ട് നടക്കാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ദേ അങ്ങ് ദൂരെ കാണുന്നതാണ് കേട്ടോ ഗരുഡ വിഷ്ണു സ്റ്റാച്ചു. ഇവിടുത്തെ മെയിൻ സ്റ്റാച്ചു അതാണ്. അതിനകത്താണ് സ്റ്റാച്ചു ടൂറൊക്കെ ഉള്ളത്. ആൻഡ് ഈ ഒരു സ്റ്റാച്ചുവിന് ഒരുപാട് പ്രത്യേകതയുണ്ട് കേട്ടോ. അതായത് ഇന്തോനേഷ്യയിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള സ്റ്റാച്ചു ആണിത്. മാത്രമല്ല വേൾഡിലെ തന്നെ വൺ ഓഫ് ദി ടോളസ്റ്റ് ആണ്. അതായത് നമ്മുടെ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിനെക്കാളൊക്കെ ടോളർ ആണ് കേട്ടോ ഇത്. അപ്പം അതിന് എന്താ പറയുക, വൺ ഓഫ് ദി ടോളസ്റ്റ് ആണിത്. അങ്ങനെ നടന്ന് ഫൈനലി അതിന്റെ താഴെ എത്തിയിട്ട് ഒരുപാട് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. അതിന് നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ ക്യാപ്പ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. വലിയ അബദ്ധമായി പോയി. അപ്പൊ ഇവിടേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ക്യാപ്പ് ഒരു മസ്റ്റ് ഹാവ് ആണ് കേട്ടോ. ഞങ്ങൾ ഇതിന്റെ താഴെ നിന്ന് 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ അകത്തേക്ക് കയറാം കേട്ടോ, കാരണം നല്ല വെയിലുണ്ട്. ആക്ച്വലി ഇവിടുന്ന് താഴ്ന്ന് എൻ്റെ കംപ്ലീറ്റ് വിഷ്വൽ കാണിക്കാനും പറ്റില്ല കേട്ടോ, കാരണം അത്രയും ഹൈറ്റ് ഉണ്ട് അതിന്. അപ്പോൾ ഇത് ഇതിനകത്തേക്ക് ഇപ്പോൾ ഞാൻ സ്റ്റാച്യു ടൂറിനല്ല പോകുന്നത്, പക്ഷേങ്കിലും ഇതിൻ്റെ ഈ ബേസ് ഫ്ലോറിൽ നമുക്ക് കയറാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് അങ്ങോട്ടേക്കാണ് കയറുന്നത്. ഇതിനകത്തിപ്പോൾ എന്താ ഉള്ളേ, ജസ്റ്റ് കുറേ സ്റ്റാച്യൂസൊക്കെ കാണുന്നുള്ളൂ കേട്ടോ. അതേ ഇങ്ങനെ കുറേ സ്റ്റാച്യൂസൊക്കെ ഉണ്ട്. എന്താണേലും കയറുമ്പോൾ നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ ഈ പൊരിഞ്ഞ വെയിലത്ത് വന്നുകൊണ്ട് ഇതിനകത്ത് കയറുമ്പോൾ നല്ല ആശ്വാസമുണ്ട്. അപ്പോൾ അതേ ഇവിടെ ഇങ്ങനെ ഒരു ഫാൻ്റെ മൂട്ടി വന്നിങ്ങനെ നിൽക്കുക കേട്ടോ. കുറച്ച് നേരം നിന്നിട്ട് പോകാന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക, കാരണം അത്രയും വെയിലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് മുന്നിലേക്ക് വന്നപ്പോൾ ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ട് കേട്ടോ. വളരെ ടാക്ടിക്കൽ മൂവാണ്, കാരണം ഇവിടെ എല്ലാവരും വാങ്ങുന്നുണ്ട്, കാരണം അത്രയും വെയിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളും വാങ്ങാൻ തീരുമാനിച്ചു. ഇതാണ് ഞാൻ വാങ്ങിച്ചത്. ഒരു കപ്പിൽ 2 സ്കൂപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 ഐസ്ക്രീം വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഇനി ഐസ്ക്രീം കഴിക്കട്ടെ. ഞാനൊരു ചോക്കോ ലവറാണ്, സോ എന്താണെങ്കിലും ഞാൻ ചോക്ലേറ്റ് ചൂസ് ചെയ്യത്തുള്ളൂ. അബിതേ വെറൈറ്റി ആയിട്ട് മാൻഡറിനൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഇവരൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്നുണ്ടോ. ഇതിന്റെ പേര് ഗമേല എന്നാണ് കേട്ടോ. ഇത് ബാലിനീസ് ഹിന്ദു ആചാരപ്രകാരം ഈ ഒരു ഇൻസ്ട്രുമെന്റ് അവർ വളരെ സേക്രഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് പലയിടത്തും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്തായാലും ഇവിടെ തിരിച്ചിറങ്ങുവാണ്. ദേ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല പൊരിഞ്ഞ വെയിലാട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, അത്രയ്ക്ക് വെയിലുണ്ട് കേട്ടോ. സോ ക്യാപ്പ് ഇല്ലാതെ ആരും ഇങ്ങോട്ടേക്ക് വരില്ല. ഇതൊരു മസ്റ്റ് ഹാവ് ആണ്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ പതിയെ പുറത്തേക്ക് ഇറങ്ങട്ടെ. ഏറ്റവും താഴെ എത്തിയതിന് ശേഷം വരാട്ടോ ഇനി. അങ്ങനെ ഫൈനലി എക്സിറ്റിൽ എത്തിയിട്ടുണ്ട്. 2.5 hours കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മുടെ അടുത്ത സ്പോട്ടിലേക്ക് പോട്ടെ. ടാക്സി ഡ്രൈവർ എവിടെയാണെന്ന് നോക്കട്ടെ, എന്നിട്ട് കാർ കയറിയിട്ട് വരാട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളൊരു ഓണസ്റ്റ് റിവ്യൂ എന്താണെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമൊന്നും ഇല്ല. പക്ഷേ ഇതിൽ കുറേ ഫോട്ടോ പോയിന്റ്സ് ഉണ്ട്, കുറച്ച് ഫോട്ടോസ് എടുക്കാം. പിന്നെ ഈ ബാലിനീസ് ഹിന്ദു, ഇവിടുത്തെ ഒരു റിലീജിയന് പറയുന്ന ബാലിനീസ് ഹിന്ദു എന്നാണ് കേട്ടോ. അപ്പോൾ ആ ഒരു അവരുടെ റിലീജിയസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്പോട്ടാണ്. എല്ലാവർക്കും ഒരുപക്ഷെ അത് ഇഷ്ടപ്പെടണം എന്നില്ല. ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു. ഞങ്ങൾ നടന്നു, ഫോട്ടോസൊക്കെ എടുത്തു, പ്രശ്നമൊന്നുമില്ല. വി വെയർ ഓക്കെ വിത്ത് ഇറ്റ്. പക്ഷേ എനിക്ക് തോന്നുന്നു പക്ഷേ എല്ലാവരുടെയും ടേസ്റ്റിനൊത്തൊരു സ്ഥലമല്ലാന്ന് തോന്നുന്നു. സോ ഞാൻ ഈ കാണിച്ചൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോകാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബാലിയിലെ സ്പോട്ട് നമ്പർ 1. ഇതേപോലെ എല്ലാ സ്പോട്ടിനും ഞാൻ കാണിച്ചിട്ട് റിവ്യൂ തരാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം നമ്മൾ കവർ ചെയ്യുന്ന എല്ലാം ബാലിയിലെ അൺഹൈപ്ഡ് ആയിട്ടുള്ള പ്ലേസസ് ആണ് കേട്ടോ. സോ അങ്ങനെ ആയിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്യണം നമ്മൾ. അടുത്തതിന് നമ്മൾ പോകുന്നത് ഉല്ലുവാട്ടു ക്ലിഫിലേക്കാണ് കേട്ടോ. പക്ഷേങ്കിലും ഞങ്ങളുടെ ടാക്സി ഡ്രൈവറിന് ആക്ച്വലി ക്ലിഫിലേക്കുള്ള വഴി കറക്റ്റ് അറിയത്തില്ലെന്ന് തോന്നുന്നു. ഞങ്ങളിപ്പോൾ കുറേ നേരമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. പുള്ളി 1-2 പേരോടൊക്കെ ചോദിച്ചു. എന്നിട്ട് ഇത് ഇപ്പോൾ ഫൈനലി ഒരു സ്ഥലത്ത് കൊണ്ടാക്കിയിട്ടുണ്ട്. നോക്കട്ടെ, ഇതാണോ ഉല്ലുവാട്ടി ക്ലിഫ് എന്ന് അറിയത്തില്ല. കണ്ടിട്ട് ഒരു ക്ലിഫിൻ്റെ ലുക്കില്ല. നോക്കട്ടെ കേട്ടോ. ടാക്സി ചേട്ടൻ ഞങ്ങളോട് നേരെ താഴോട്ട് നടന്നോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ താഴേക്ക് പോയ ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതല്ലെന്ന് തോന്നുന്നു കറക്റ്റ് സ്പോട്ട്. ആക്ച്വലി പുള്ളിക്ക് കറക്റ്റ് സ്പോട്ട് അറിയത്തില്ല. മാത്രമല്ല ഇതങ്ങനെ ഹൈബ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസും അല്ലല്ലോ. പുള്ളി ചിലപ്പോൾ വിചാരിക്കുന്നത് ഞങ്ങൾ എന്തിനാണ് ഇവിടെ പോകുന്നതെന്നായിരിക്കും. ബിക്കോസ് ഈ ബാലിയിലെ മോസ്റ്റ് ഹൈ പ്ലേസസ് എന്ന് പറഞ്ഞാൽ ന്യൂസ പെനീഡ, ഉല്ലുവാട്ടു ടെമ്പിൾ, ലെമ്പുവാൻ ഗേറ്റ് ഒക്കെ അല്ലേ, അവിടേക്ക് നമ്മൾ പോകുന്നുണ്ട്. അതൊക്കെ അപ്കമിങ് ഡേയ്സിലാണ്. ഇന്നിപ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ അൺകോമൺ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞ് ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഇതേ താഴേക്കുള്ള വഴിയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. കുറച്ച് എന്താ പറയുക, ഇടുങ്ങിയ വഴിയൊക്കെയാണ്. അതേ ഇടയ്ക്ക് കുരങ്ങന്മാരൊക്കെ പോകുന്നുണ്ട്.
ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഫോറിനേഴ്സൊക്കെ ഒരുപാട് പേരുണ്ട്. ആക്ച്വലി ഇതൊരു ഫേമസ് ആയിട്ടുള്ള സർഫിംഗ് സ്പോട്ടാണ് കേട്ടോ. സോ സർഫിംഗ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ ഗുഡ് സ്പോട്ട് ഫോർ ഇറ്റ്. കാരണം ഒരുപാട് പേര് സർഫിംഗ് ബോർഡൊക്കെ ആയിട്ട് പോകുന്ന കാണാം. ആൻഡ് ഇവിടുന്ന് ബീച്ചിലേക്കുള്ള വഴി ഇങ്ങനെ കുത്തനൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. സ്റ്റെപ്പെല്ലാം നല്ല ഹൈറ്റുള്ള സ്റ്റെപ്പൊക്കെയാണ്. അപ്പോൾ ഞങ്ങളിത് ഏറ്റവും താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ റോക്സിൻ്റെ ഒരു കേവ് പോലെയും പിന്നെ അപ്പുറത്ത് ബീച്ചും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നുണ്ട്, കാണിച്ചു തരാം. അബി ഇറങ്ങുന്നില്ല കേട്ടോ, കാരണം അബി ഷൂസ് ആയിട്ടേക്കുന്നത്, സ്ലിപ്പേഴ്സ് എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്ക് പോയിട്ട് നിങ്ങൾക്ക് വിഷ്വൽസ് കാണിച്ചു തരാം കേട്ടോ. കൊള്ളാലോ. ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇതാണ് കേട്ടോ വ്യൂ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. ഇങ്ങനെ രണ്ട് സൈഡിലും റോക്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ബീച്ച് വേവ്സ് വരുന്നത്. പക്ഷേ എങ്കിൽ ഈ വേവ്സ് നല്ല സ്ട്രോങ് ആട്ടോ, നല്ലതുപോലെ അകത്തേക്ക് കയറി വരുന്നുണ്ട് തിരയൊക്കെ. ആൻഡ് നല്ല ഹൈറ്റും ഉണ്ട് അത്യാവശ്യം. കാരണം ഇത് ഇപ്പോൾ എൻ്റെ മുട്ട് വരെയൊക്കെ നനഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ നല്ലൊരു സ്പോട്ടാട്ടോ. ഞങ്ങൾ പക്ഷേ ഇത് ഇറങ്ങാനായിട്ട് പ്രിപ്പയർഡ് ആയിട്ടല്ല വന്നത്. അതുകൊണ്ട് ഇതിപ്പോൾ നല്ലൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ. ഈ ബീച്ച് കാണാൻ ക്രാബി ബീച്ച് പോലെയൊക്കെ ഉണ്ട്. ചെറിയൊരു ഏരിയ ആണെങ്കിലും കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ നമ്മൾ ഉള്ളുവാട്ട് ക്ലിഫിൽ പോകണമെന്നുണ്ടെങ്കിൽ ക്ലിഫിൽ നിന്ന് താഴേക്കുള്ള വ്യൂവേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേങ്കിൽ ഇത് നിങ്ങൾക്ക് ശരിക്കും ഇറങ്ങി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, ബാത്ത് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേങ്കിലും ഇവിടുത്തെ വേവ്സ് നല്ല സ്ട്രോങ് ആണ് കേട്ടോ. സോ സ്വിമ്മിംഗ് ഒന്നും അറിയാത്ത ആൾക്കാർ ഒരിക്കലും ഇറങ്ങാൻ പാടില്ല, കാരണം നല്ല റിസ്ക് ആണ്. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വേവ്സ് ആണ് കേട്ടോ. പക്ഷേ ഇവിടെ സ്വിമ്മിങ് അറിയാവുന്ന ആൾക്കാർ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട്, സർഫിങ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ അറിയാവുന്നവർക്ക് അതൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 ഫോട്ടോ ഒക്കെ എടുത്തു. ഇനി ഇതേ തിരിച്ച് നടക്കുക കേട്ടോ. തിരിച്ച് ഈ ഒരു കയറ്റം കുറേ സ്റ്റെപ്പ് ഉണ്ട് കയറാനായിട്ട്. അത് കഴിഞ്ഞ് ഇതേ ഒരു ഹാഫ് വേ നമ്മൾ കയറിയപ്പോഴേക്കും ഇവിടെ ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ഷോപ്സും ഒക്കെ ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ. അപ്പോൾ ഇത് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നല്ലൊരു വ്യൂ കണ്ടു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറി. അപ്പോൾ കയറുമ്പോൾ എന്തെങ്കിലും വാങ്ങണമല്ലോ എന്ന് വെച്ചിട്ട് ഒരു ടെൻഡർ കോക്കനട്ട് പറഞ്ഞിട്ടുണ്ട്, കരിക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ആ ഒരു എൻഡിൽ വന്ന് ഇരിക്കുക. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. കണ്ടോ, ആൾക്കാർ സർഫ് ചെയ്യുന്നുണ്ടോ, വെള്ളത്തിൽ കിടക്കുന്നുണ്ടോ. അപ്പോൾ ഇതൊരു നല്ല സർഫിംഗ് സ്പോട്ടാണ് കേട്ടോ. പിന്നെയാണ് മനസ്സിലായത് ഇത് സർഫിങ്ങിന് പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. ആക്ച്വലി ഈ ബാലി എന്ന് പറഞ്ഞാൽ സർഫിങ്ങിന് പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. കാരണം ഒരുപാട് ഫോറിനേഴ്സ് സർഫിങ്ങിന് വരാറുണ്ട് ഇവിടെ. അങ്ങനെ സെക്കൻഡ് സ്പോട്ടിൽ നിന്നും ഇറങ്ങി കേട്ടോ. തിരിച്ച് കാറിൽ കയറിയിട്ടുണ്ട്. ഈ ഒരു സ്പോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി നല്ലതാണ് കേട്ടോ. നിങ്ങൾ ബാത്ത് ചെയ്യാനൊക്കെ റെഡി ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി, നല്ല ബ്യൂട്ടിഫുൾ ഫോട്ടോസൊക്കെ എടുക്കാം. നല്ല അത് കാണുമ്പോൾ ശരിക്കും നമ്മുടെ ഫുക്കറ്റ് ക്രാബി ബീച്ച് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. വളരെ ചെറുതാണ്, എന്നാലും കാണാൻ അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ അതേപോലെ സർഫിങ് നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ ബെസ്റ്റ് സ്പോട്ട് ഫോർ ഇറ്റ്, ഐ വിൽ സേ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോട്ടെ. ഇപ്പോൾ സമയം ഉച്ച കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ ലഞ്ച് കഴിക്കാറില്ല, മീൻസ് ഞങ്ങൾ രാവിലെ ബുഫേ അല്ലേ കഴിച്ചത്. സോ ഹെവി ആയിട്ട് കഴിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നില്ല. ഡ്രൈവർ ചേട്ടൻ ഓൾറെഡി ഞങ്ങൾ മറ്റേ ഗരുഡ വിഷ്ണുവിൽ കയറിയ സമയത്ത് വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് ഓൾറെഡി കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിനി ലഞ്ചിനൊന്നും കയറുന്നില്ല, നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോവാം കേട്ടോ. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് എത്തി. ഇത് ഉല്ലുവാട്ടു ടെമ്പിൾ ആണ് കേട്ടോ. എനിക്കൊന്ന് ഇത് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു ബാലിയിലെ സ്പോട്ടാണ്. അപ്പോൾ ഇത് ഇവിടെ വരുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ സാഷ് ധരിക്കണം കേട്ടോ. അതായത് ഇതിനെ പറയുന്ന സരോങ് എന്നാണ്. സോ എല്ലാവരും ഇങ്ങനെ സരോങ് ഇട്ടിട്ട് അകത്തേക്ക് കയറ്റത്തുള്ളൂ. പെർട്ടിക്കുലർലി നിങ്ങളുടെ ഷോൾഡറും നീസും ഒന്നും കവർ ചെയ്യാത്ത ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ഫുൾ കവർ ചെയ്തിട്ട് അകത്തേക്ക് കയറ്റുള്ളൂ. മാത്രമല്ല ലേഡീസിന്റെ കേസിൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ലൈക്ക് മെൻസ്ട്രേറ്റിംഗ് ലേഡീസിന് അകത്തേക്ക് എൻട്രി ഇല്ല കേട്ടോ. കാരണം അത് അവർ എടുത്ത് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ ഇവിടെയൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പോൾ ലേഡീസൊക്കെ വരുമ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഞാൻ ഈ സരോങ് ഇടാനായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. ഇവിടെ ഇച്ചിരി ക്യൂ ഉണ്ട്. അവർ തന്നെ കെട്ടിത്തരും കേട്ടോ അത്. അടുത്തതിന് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. കാരണം ഇതും പെയ്ഡ് ആണ് കേട്ടോ. ഇവിടെ ഒരാൾക്ക് 60,000 ഇന്തോനേഷ്യൻ റുപ്പയാണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത്. പിന്നെ അത് റൂൾസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഈ മെൻസ്ട്രേറ്റിംഗ് ലേഡീസ് അലൗഡ് അല്ല, പിന്നെ പ്രോപ്പർട്ടീസ് ഒക്കെ സൂക്ഷിക്കുക, മങ്കീസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്.
ഇവിടെ ഞങ്ങളെ കൊണ്ടാക്കിയപ്പോൾ ഞങ്ങളുടെ ഡ്രൈവറും പറഞ്ഞായിരുന്നു ബിലോങ്ങിങ്സ് എല്ലാം സൂക്ഷിക്കുക, മങ്കീസ് ഉണ്ട്, ക്യാമറയൊക്കെ ചിലപ്പോൾ ഇതാവും കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈവൻ അവർ മറ്റേ എൻട്രൻസിലും ഒക്കെ വാർണിങ്സ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. സോ എല്ലാവരും അത് സൂക്ഷിക്കണം. അപ്പോൾ ഈ അകത്തേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടുത്തെ വിഷ്വൽസ് ഞാൻ ഓട്ടിച്ചൊന്ന് കാണിക്കാം, കാരണം വീഡിയോയുടെ ലെങ്ത് പിന്നെയും കൂട്ടുന്നില്ല. സോ ജസ്റ്റ് ഓട്ടിച്ചൊന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെയും ഒരു ക്ലിഫ് പോലൊരു വ്യൂ പോയിന്റ് പോലൊരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമുക്കിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാം, അങ്ങനത്തെ ഫോട്ടോ പോയിന്റ്സ് ഉണ്ട്. പിന്നെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നടക്കാൻ കുറേ വഴികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പതിയെ നടന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡിലൊന്ന് കാണിച്ചു പോവാം. അടുത്തത് ആ കാണുന്നതാണ് കേട്ടോ മെയിൻ ടെമ്പിളിലേക്കുള്ള എൻട്രൻസ്. അപ്പോൾ കുറേ സ്റ്റെപ്പ് ഉണ്ടെന്ന് തോന്നുന്നു, അങ്ങോട്ടേക്ക് പോകാം. ഇതേ കണ്ടോ, ഇവിടെയും ബോർഡ് വെച്ചിട്ടുണ്ട്, വിമൻ ഹൂ ഹാവ് ദെയർ പീരിയഡ് ആർ പ്രൊഹിബിറ്റഡ് എൻട്രിങ് ദ ടെമ്പിൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ മുകളിൽ വരുമ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ. അതായത് നേരെ ഫ്രണ്ടിലൊരു ഗേറ്റ് ഉണ്ട്, മറ്റേ ബാലി സ്റ്റൈൽ ഗേറ്റ്. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. പിന്നെ ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ റൈറ്റ് സൈഡ് കാണുന്ന ഇവിടുത്തെ മെയിൻ ടെമ്പിൾ ആണ് കേട്ടോ. ഇതാണ് മെയിൻ ഉല്ലുവാട്ടു ടെമ്പിൾ. അത് എങ്ങനെയാ അകത്തേക്ക് കയറാന്ന് അറിയത്തില്ല, നോക്കട്ടെ കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ ഈ ടെമ്പിളിനകത്തേക്ക് കയറാനുള്ള ഗേറ്റ്. പക്ഷെ അവിടെ എഴുതിയിട്ടുണ്ട് ഡു നോട്ട് എൻറ്റർ ഫോർ വർഷിപ്പിംഗ് ഉള്ളി എന്ന് എഴുതിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ടൂറിസ്റ്റുകൾക്ക് അകത്തേക്ക് പോകാൻ പറ്റില്ല. സോ മേ ബി മറ്റേ ഹൈജീൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ എന്താണേലും നമുക്കിവിടെ പുറത്തു നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനും കാണാനേ പറ്റത്തുള്ളൂ കേട്ടോ, അകത്തേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഈ ഗേറ്റിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ ആ ബാലി സ്റ്റൈൽ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇത് ഇവിടെ നിന്നൊരു ക്ലിഫ് വ്യൂ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാം, കറങ്ങാം. ബാലി ഹിന്ദു ട്രഡീഷൻസിൻ്റെ ആചാരങ്ങളെ കുറിച്ചൊക്കെ അറിയാം. അതൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ കാര്യമായിട്ട്. അടുത്തത് ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലുള്ള വഴി കൂടെ ഇങ്ങനെ നടക്കുക കേട്ടോ. ഇതിനി എക്സിറ്റിലേക്കാണോ അതോ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ, നോക്കാം, പോയി നോക്കട്ടെ. അപ്പോൾ അവിടെ നിന്ന് അത് നേരെ എക്സിറ്റിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ എക്സിറ്റിൽ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത സ്പോട്ടിലേക്ക്, ഒരു സ്പോട്ടും കൂടെ പോകാനായിട്ടുള്ള സമയമുണ്ട്. അപ്പോൾ അവിടെയും കൂടെ പോകാം. അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. ഇറങ്ങി വരുമ്പോൾ ഈ സെറോങ് തിരിച്ചിടാനായിട്ടൊരു ബാസ്ക്കറ്റ് അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ റിട്ടേൺ ചെയ്യണം. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇവിടെ ഉല്ലുവാട്ടു ടെമ്പിളിൽ ഡെയിലി ഈവനിങ് 6 PM ശേഷം ഫയർ ഡാൻസ് ഉണ്ട് കേട്ടോ. അതിന് പറയുന്നത് കെക്കാക്ക് എന്നാണ്. ബേസിക്കലി അതൊരു ഫയർ ഡാൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 6 PM ശേഷം വരണം കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല, കാരണം അടുത്ത സ്പോട്ടിലും കൂടെ പോയി എൻഡ് ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഞാൻ ഈ കാഴ്ചയൊക്കെയാണ് കേട്ടോ ഉല്ലുവാട്ടു ടെമ്പിളിലെ കാഴ്ചകൾ. അപ്പോൾ ഞങ്ങൾക്കത് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ടെമ്പിൾ ബേസിക്കലി അതൊരു ടെമ്പിളാണ്. സോ ടെമ്പിളിൽ പോകാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യണം എന്നില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അവിടെ ഈ ഫയർ ഡാൻസ് അത് അവിടുത്തെ ഒരു ഫേമസ് സംഭവമാണ് കേട്ടോ. ഞങ്ങളോട് ഡ്രൈവർ ഒരുപാട് പ്രാവശ്യം ചോദിച്ചു ഫയർ ഡാൻസിന് നിൽക്കണമെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട, കാരണം അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ അപ്പം ഡിലേ ആവും, പിന്നെ 7 ഇത് എൻഡും ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് പോകാറുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫയർ ഡാൻസിനും കൂടെയൊക്കെ വെയിറ്റ് ചെയ്ത് അതും കൂടെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം, അങ്ങനെ നിങ്ങളുടെ ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ. അടുത്ത ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് സ്പോട്ടാണ് 4th സ്പോട്ട്. അത് ഡ്രീം ലാൻഡ് ബീച്ച് എന്നാണ് കേട്ടോ പറയുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ബീച്ചൊന്നും അല്ല, ജസ്റ്റ് നമ്മളിങ്ങനെ കുറേ സൈറ്റ് സീയിങ് നോക്കിയപ്പോൾ കണ്ടു, അങ്ങനെ പോകാൻ തീരുമാനിച്ച് വന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഇതൊരു ബീച്ചാണ്. അപ്പോൾ ഫസ്റ്റ് ഇവിടുന്ന് എവിടെന്നെങ്കിലും അബിക്കൊരു സ്ലിപ്പർ വാങ്ങിക്കണം, കാരണം ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റില്ല.
ഇവിടെ നോക്കിക്കേ. ഇത് നമ്മൾ അവിടെ കണ്ട സാധനം തന്നെ പോലെ കയറി വരുമ്പോൾ തന്നെ ദേ ഇവിടെ ഒരു വിഗ്രഹം ഇരിക്കുന്നുണ്ടോ, ഗണപതി ഭഗവാന്റെ. അങ്ങനെ മൊത്തത്തിലൊരു ഹിന്ദു ട്രഡീഷൻ ആണല്ലോ, സോ അങ്ങനത്തെ ഒരുപാട് ഐഡൽസ് നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ എവിടെ നിന്നെങ്കിലും സ്ലിപ്പർ വാങ്ങിക്കണം. അപ്പോൾ ഈ കാണുന്നതാണ് ഡ്രീം ലാൻഡ് ബീച്ച് കേട്ടോ. ഇതങ്ങനെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടൊന്നുമല്ല. ഞങ്ങളിങ്ങനെ ജസ്റ്റ് അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള കുറച്ച് സ്പോട്ട്സ് നോക്കി ഇന്നത്തേക്ക് സെലക്ട് ചെയ്തതിൽ ഉള്ളതാണ് കേട്ടോ. സോ അങ്ങനെ ഒരു ഫേമസ് ബീച്ച് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരുപാട് ഫോറിനേഴ്സിനെയൊക്കെ കാണാം ഈ സൺബീത്ത് ചെയ്യാനായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾക്ക് ഒന്ന് ഇറങ്ങിയിട്ടൊക്കെ പോവാം കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ ഇനി തിരിച്ചു പോവാം കേട്ടോ. തിരിച്ച് ഡ്രൈവറിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ ഇതും എഗെയിൻ ഈ ഒരു സ്പോട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു നോർമൽ ബീച്ചാണ് കേട്ടോ. നമ്മുടെ തായ്ലൻഡ്, ഫുക്കറ്റ്, ക്രാബി, പട്ടായ തുടങ്ങിയ ഒന്നുമായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഒരു നോർമൽ ബീച്ചാണ്. അപ്പോൾ എന്താ പറയുക, ഇത് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നൊരു സ്പോട്ടല്ല കേട്ടോ. കാരണം അത്രയ്ക്കൊന്നും ഇല്ല. പിന്നെ ഈ പറഞ്ഞല്ലേ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ തിരക്കൊണ്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ 4 സ്ഥലങ്ങളിൽ പോയി. ഇതിനകത്ത് ഞാൻ നിങ്ങളോട് ഒട്ടും റെക്കമെൻഡ് ചെയ്യാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഡ്രീം ലാൻഡ് ബീച്ചാണ്. കാരണം അത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഉല്ലുവാട്ടു ടെമ്പിൾ, നിങ്ങൾക്ക് ടെമ്പിൾസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമാകും. പിന്നെ നമ്മുടെ മറ്റേ ആ ബീച്ച് ഞാൻ കാണിച്ചില്ലേ, ക്ലിഫ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബീച്ച് പോയില്ലായിരുന്നു. അത് പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. സോ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. ഇനി അടുത്ത് ഞങ്ങൾ ഡ്രൈവറോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഡ്രോപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഡിന്നറും കഴിച്ചിട്ടായിരിക്കും റൂമിലേക്ക് പോകുന്നത്. ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടായിരുന്നു, അപ്പോൾ അവിടേക്കാട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളും കൂടെ കാണിക്കാം, എന്തൊക്കെയാണ് കഴിച്ചെന്നുള്ളതും കൂടെയൊക്കെ കാണിക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം, ബാലിയിലെ ഹൈപ്ഡ് ആയിട്ടുള്ള പ്ലേസസ് ലൈക്ക് നൂസ പെനീഡ, ലെംബോങ് ടെമ്പിൾ, അവിടെയെല്ലാം നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. അത് അപ്കമിങ് വീഡിയോസിൽ വരുന്നുണ്ടായിരിക്കും. ഇന്ന് നമ്മളിങ്ങനെ ഇൻ ആൻഡ് അറൗണ്ട്, കാരണം ഞങ്ങളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് മറ്റേ കൂട്ട എന്ന് പറയും, കൂട്ട ഏരിയയിലാണ്. അപ്പം ആ ഒരു ഏരിയയിൽ നിയർ ബൈ ഉള്ള സ്ഥലങ്ങൾ കണ്ടു തീർക്കുവാണ്. കാരണം ലാസ്റ്റ് ഞങ്ങൾ ഉബുഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഞങ്ങളുടെ അക്കോമഡേഷൻ മാറും. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് അടുത്തുള്ള സ്ഥലങ്ങൾ കാണാം. ഇതാണ് ഞങ്ങളുടെ പ്ലാൻ. അതെന്തുകൊണ്ടാന്നൊക്കെ ഉള്ള ഞാനൊരു ബാലി ഡീറ്റെയിൽഡ് ഐറ്റിനറി പറയാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഇതേ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇത് ചസ്ക എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്, ബാലി കൂട്ട ഏരിയയിലുള്ളത്. അപ്പോൾ റിവ്യൂ ഒക്കെ അത്യാവശ്യം നല്ലത് കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ സൂപ്പറാണ്. അതേ ഇതാണ് കേട്ടോ. അപ്പോൾ ഇനി ഫുഡ് ഓർഡർ ചെയ്യട്ടെ, എന്നിട്ട് ഫുഡ് വന്നിട്ട് ജസ്റ്റ് അതും കൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ ഓർഡർ ചെയ്ത ഡ്രിങ്ക്സ് വന്നു. ഞാനൊരു പൈനാപ്പിൾ സ്മൂത്തിയും അബി ഒരു ലൈം സോഡയായിരുന്നു കേട്ടോ പറഞ്ഞത്. പിന്നെ അതേ അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് തന്ന സ്റ്റാർട്ടേഴ്സാണ്, അതായത് മറ്റേ പപ്പഡ് ആൻഡ് പിക്കിൾഡ് അണിയൻസ് ഒക്കെയാണ് കേട്ടോ. ദേ ഫസ്റ്റ് ഐറ്റം വന്നു, നമ്മളൊരു ലെമൺ കൊറിയാണ്ടർ സൂപ്പ് 1/2 പറഞ്ഞായിരുന്നേ, അതാണ് ഈ സംഭവം. അതേപോലെ ദേ തണ്ടൂരി ചിക്കൻ ഹാഫാണ് കേട്ടോ ഇത്. ഭയങ്കര പ്രസൻറ്റേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതേ ഞങ്ങൾ കഴിച്ചിറങ്ങി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ബില്ല് അറൗണ്ട് ഒരു 7 lakh ഇൻഡോനേഷ്യൻ റുപ്പയ ആയി കേട്ടോ. കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു, കാരണം ഇതൊരു ഫൈൻ ഡൈനിങ് പോലത്തെ ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ എൻഡ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോ നമ്മൾ നൂസ പെനീഡയിലായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാ.